Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ illusionart ആണ് കേട്ടോ. ആദ്യം ഞാനൊരു A4 ഷീറ്റിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു illusionart ഡ്രോയിങ് ചെയ്യണത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു A4 ഷീറ്റിലേക്കായിട്ട് വരച്ചെടുക്കാം. പിന്നെ നേരത്തെ ഞാൻ റെക്കോർഡ് ഷീറ്റിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പക്ഷേ നമ്മൾ വരച്ചെടുക്കാനായിട്ടുള്ള സമയം കുറച്ച് അധികം എടുക്കും കേട്ടോ. ആദ്യം ആ ഒരു പേപ്പറിൻ്റെ ഏകദേശം സെൻറ്റർ പോർഷനിലായിട്ട് നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലായിട്ട് കുറച്ച് കുഞ്ഞു സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു illusionart ഡ്രോയിങ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു A4 ഷീറ്റിനെ രണ്ട് ഭാഗമൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വരയ്ക്കാനായിട്ടിരുന്നത്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും ഞാൻ ആ ഒരു കുട്ടി ചോദിച്ചതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പിനുള്ളിലായിട്ട് നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം സർക്കിൾസ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാറ്റേൺ വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് പെൻ വെച്ചാണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഒന്നുകൂടി കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു റെഡ് പെന്നൊക്കെ യൂസ് ചെയ്തത്. കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അത് കാണാനായിട്ട് ഒന്നുകൂടി ഭംഗിയായിരുന്നാലെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ആ ഒരു കളർ പെന്നിൻ്റെ കളർ എന്ന് പറയുന്നത് കുറച്ച് ഡിമ്മായിട്ടുള്ളതായിരുന്നു കേട്ടോ. അത്ര നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തേക്കുന്ന എല്ലാ സർക്കിളിൻ്റെയും ഓരോ പോയിൻറ്റിൽ നിന്നായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇനി അതിനിടയിലായിട്ട് വരുന്ന സ്പേസ് കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഹാർട്ട് ഷേപ്പിനുള്ളിൽ തന്നെ കുറച്ച് സ്പേസ് വന്നില്ലായിരുന്നോ, അവിടെയായിട്ട് ഞാൻ റോസ് കളർ പെൻ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള illusionart ഡ്രോയിങ്ങിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് എടുത്തേക്കണേ. സെമി സർക്കിളിൻ്റെ രീതിയിൽ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വരക്കണേൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് വരച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ച് നമ്മൾ വരച്ച് കൊടുത്തില്ലായിരുന്നോ, അവിടെ ആയിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത ആ സെയിം പാറ്റേൺ തന്നെ, അതായത് ആ ഒരു സെമി സർക്കിളിൻ്റെ രീതിയിൽ വരച്ച് കൊടുക്കില്ലേ, അങ്ങനെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇടയിലായിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ അവിടെ ആ ഒരു മാർക്കർ പെൻ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് വരച്ച് കഴിയുമ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലായിട്ട് ആ ഒരു കളർ പെൻ തന്നെ യൂസ് ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം അപ്പോഴാണ് കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.